മലയ മലയാളത്തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി ഖൽബിലേറിയ സുൽത്താൻ. ജീവിതത്തിൻ ചോര ചിന്തിയ കഥകളോതിയ സുൽത്താൻ. വലിയ ഒന്ന് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് മജീദ് ഉത്തരം കണ്ടെത്തുന്നത്. നീ നോക്കിയേ, ആ രണ്ട് പുഴകളും ഒഴുകുന്നത് അവിടെ ചേരുമ്പോ വലിയ പുഴയല്ലേ, ഇങ്ങനെ വലിയ പുഴ. കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി ഖൽബിലേറിയ സുൽത്താൻ, ജീവിതത്തിൻ ചോര ചിന്തി തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ. മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ജനിച്ചു. തിരിച്ചെടുക്കുമാണ് മുത്തപ്പയുടെ വിശ്വാസം. സൈനബയുടെ സഹായത്തോടെ മുച്ചിട്ട് കളിയിൽ ജയിച്ച മുത്തപ്പയ്ക്ക് ഒടുവിൽ അവളെ സ്വന്തമാക്കാനും സാധ്യമായി. ജീവിതം യൗവനതീക്ഷ്ണവും തുടർ പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ ചില്ലറയായി ചില ചോദ്യങ്ങൾ. ചോദ്യം 1, അപ്പച്ചന് കൊടുക്കാനുള്ള വാടകയെല്ലാം കൊടുത്തു തീർത്തോ? തീർത്തു. ശരി. രണ്ടാമത്തെ ചോദ്യം, ഹോട്ടൽക്കാരന്റെ കടങ്ങൾ തീർത്തു. മൂന്നാമത്തെ ചോദ്യം, വഴിച്ചെലവിന് പണമുണ്ടോ? ഉണ്ട്. മനുഷ്യൻ എങ്ങോട്ടാണ് വളരുന്നത്? ബാല്യകാല സഖിയിലൂടെ ഒരു യാത്ര. ഒന്നര കാലം മജീദ് സൂറ അങ്ങനെ വിളിക്കുമോ? ഒരിക്കലും വിളിക്കില്ല. ബാക്കിയുള്ള അരക്കാലിന്റെ കഷ്ണത്തിൽ കണ്ണീരോടെ ചുംബിക്കും. പണ്ട് ഓർത്തപ്പോൾ മജീദിന് ചിരി വന്നു. ക്ലാസ്സിൽ മജീദിന്റെ പേരായിരുന്നു അത്. ഒറ്റക്കണ്ണൻ പൂക്കരേ നിങ്ങൾ കണ്ടീന്, ഒറ്റക്കണ്ണൻ പൂക്കരേ നിങ്ങൾ കണ്ടീന്, ആനമാരിരമെന്നായ വെട്ടുകായി മമ്മൂന് പെൺകുരിശ് തോമ പിന്നെ മണ്ടൻ മുത്തപ്പ, ആനമാരിരമെന്നായ വെട്ടുകായി മമ്മൂന് പെൺകുരിശ് തോമ പിന്നെ മണ്ടൻ മുത്തപ്പ, സാറാമ നാരായണി ഐസുക്കുട്ടിയും പാറുക്കുട്ടി ജമീല ബീബി യൂസഫ് സിദ്ദീഖ് കേശവ നായർ മജീദ് സുഹറ എത്ര കഥാപാത്രം നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽപ്പൂ ഇമ്മനിവില്ലെന്ന. സമൃദ്ധിയുമായ സൈനബ മണ്ടൻ മുത്തപ്പയെ ഉച്ചിട്ട് കളിയിൽ ജയിപ്പിച്ച് സൈനബയുടെ ബുദ്ധിയാണ്. ഉച്ചുട്ടിക്കാലക്കാരന്റെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് ഒറ്റക്കണ്ണൻ പോക്കർ. ഉച്ചിട്ട് കളിയിൽ അടിയറവ് പറഞ്ഞ പോക്കറിന് ഒടുവിൽ ഒരു പോവയും ഇല്ലാതെ മകളെ മണ്ടൻ മുത്തപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വരികയാണ്. സാഹിത്യത്തിലെ അതുല്യ പ്രതിഭയായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനമാണ്. ഈ ദിനത്തിൽ അദ്ദേഹത്തെ സ്മരിക്കാനും അദ്ദേഹത്തിന്റെ മഹത്തായ സംഭാവനകളെ കുറിച്ച് സംസാരിക്കുവാനും എനിക്ക് ലഭിച്ച ഈ അവസരത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ കായി അബ്ദുൾ റഹ്മാനെയും കുഞ്ഞാത്തുമ്മയുടെയും മകനായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ ജനിച്ചത്. ബേപ്പൂർ സുൽത്താൻ എന്ന നാം സ്നേഹത്തോടെ ആശംസിക്കുന്നു. മതികൾക്കപ്പുറം നിന്നിരുന്ന മലയാളത്തിന് പ്രേമലേഖനം നൽകി കൂടെ കൂട്ടിയ ബേപ്പൂർ സുൽത്താന്